ശ്രീ രാജു, ഞാൻ അധിക കാര്യങ്ങളിലൊക്കെ ഒന്നും കടക്കുന്നില്ല. താങ്കൾക്ക് വായിൽ തോന്നുന്നത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയരുത്. രാധാ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് കേരള സർക്കാർ. ആ അപ്പീലിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. പിന്നെ രാധ കൊല്ലപ്പെട്ടത് ഓട്ടോ ഇടിച്ചിട്ടല്ല, നിങ്ങളുടെ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് അവസാനം എന്ത് ചെയ്തു? ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് കോൺഗ്രസിന്റെ പതാകയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോയി ചാക്കിൽ കെട്ടി വെള്ളത്തിൽ താത്തിയത്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതിമ ഓർമ്മിപ്പിക്കാതെ ഇരിക്കുന്നതല്ലേ നിലമ്പൂരിൽ രാധയുടെ മരണം നല്ലത്? രാധയുടെ സഹോദരനും കുടുംബവും ഒക്കെ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ അല്ല, കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അപമാനിക്കുകയാണ്. ഒരു തരത്തിൽ മന്ത്രി ഗൂഢാലോചന എന്ന് പറയുമ്പോ അല്ല, രാധയുടേത് രക്തസാക്ഷിത്വമല്ലേ? കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ല, താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? താങ്കൾ ഇപ്പോൾ അപ്പീൽ പോയിട്ടില്ല എന്നതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇപ്പൊ അനുവദിച്ച ശ്രീ വേണു ഒറ്റ കൊലപാതകവുമായിട്ട് ഒറ്റ മിനിറ്റ് എന്തിനാ ഇത്തരത്തിൽ ജനങ്ങളെ മുന്നിൽ അപമാനിതരാകുന്നത്? എന്തിനാ അപമാനിതരാകുന്നത്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ അപമാനിതനാവാം. അല്ല രാജു, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി സജീഷ് മറുപടി പറഞ്ഞു. സജീഷ് മറുപടി പറഞ്ഞു. അല്ലല്ല, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് പറയട്ടെ. അനന്തുവിന്റെ കുറ്റമാണെന്നോ? അനന്തുവിന്റെ കുറ്റം കൊണ്ടാണോ മരിച്ചത്? നിങ്ങളുടെ സംവിധാനത്തിന് അനന്തുവിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ മരിച്ചത്? അതിനെ രാധയുടെ കൊലക്കേസായിട്ടാണോ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് മനസ്സ് നിങ്ങളുടെ എത്രമാത്രം പൈശാചികമാണ്? അങ്ങനെയാണെങ്കിലല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ വിജയരാഘവന്റെ വളരെ പൈശാചികമാണ്. ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൃഗീയമാണ്, പൈശാചികമാണ്. അപ്പോഴേ ചെയ്യാൻ. അല്ലല്ല വേണു, എനിക്കൊരു ചെറിയൊരു സമയം തരണം, ചെറിയൊരു സമയം. പറഞ്ഞോട്ടെ. ആ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ മരണത്തെ നിങ്ങൾ എന്ത് വൃത്തികേടാണ് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത്? ശ്രീ വേണു, ഇതെന്താണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത്? ആരെ അപമാനിക്കുന്നു? താങ്കൾക്ക് സ്ഥിരബുദ്ധിയില്ല എങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയരുത്. ഞാൻ എന്താ അപമാനിച്ചു? നിങ്ങൾ അപമാനിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ശ്രീ വേണു ആവശ്യമായ സമയം തരണം. അദ്ദേഹം എന്താണ് വിളിച്ചു പറയുന്നത്? ആരെ അപമാനിക്കുന്നു? ഉണ്ടാക്കിയിരുന്നു പറ. അല്ലാണ്ട് രാധയുടെ കൊലക്കേസും എടുത്തല്ല പ്രതിരോധിക്കേണ്ടത്. സജീഷ് പിഞ്ചു കുഞ്ഞിനെ അപമാനിക്കുന്ന നീചന്മാർ, എനിക്കൊരു സമയം തരണേ ശ്രീ വേണു. നാണമുണ്ടോ ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇമാതി തെമ്മാടിത്തരം പറയാൻ? നാണമുണ്ടോ? ശ്രീ വേണു ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാലയുടെ ആ ബാധ ഒഴിഞ്ഞെങ്കിൽ എനിക്ക് അല്പം സമയം തരണം. പറയാം സജീഷ്, വേഗം. അല്ല, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. നിങ്ങൾ തുണി കൊടുക്കാതെ പോയ ആൾക്കാരും ഉണ്ടല്ലോ നിങ്ങളുടെ സമരത്തിൽപ്പെട്ടവര്. ഞാനും ഉണ്ടായിരുന്നു ആ സമരത്തില്. ജ്യോതികുമാറിന്റെ ബാധ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ആരുടെ മുണ്ടാണ് കോൺഗ്രസ്സുകാർ പറിച്ചെറിഞ്ഞെന്നൊക്കെ ഞാൻ പറയണോ? നിങ്ങൾ എന്താണ് ഈ കോൺഗ്രസിന്റെ കുറ്റങ്ങൾ സ്വയം വിളിച്ചു പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ ചർച്ചയിൽ ഉടനീളം നിങ്ങൾ കോൺഗ്രസ്സുകാർ ചെയ്ത നെറുകേടുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അനന്തുവിന്റെ മരണത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ തെമ്മാടിത്തരം, മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ തെമ്മാടിത്തരം. ശരി ശ്രീ രാജു, സജീഷ് രണ്ടുപേരിലേക്ക് വരാം. അത്യാവശ്യം സജീഷ് വരാം. അല്ല, ഞാനിപ്പോ വേഗം വീണ്ടും രാജുവിന്റെ ഇടപെടലിലേക്ക് വരാം. ഒരു ഘട്ടത്തിൽ ഞാൻ വരികയും അങ്ങ് ആ കാര്യം വ്യക്തമാക്കുകയും പ്രേക്ഷകർ കേട്ടതാണ്. സുപ്രീം കോടതി വരെ അപ്പീലിന് പോയിട്ടുണ്ട്. ഞാൻ വരാം സജീഷേ, ഇതിലൊരു വാശി വേണ്ട. ശ്രീ പി കെ നവാസ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. സജീഷ് ഒരു സെക്കൻഡ്, അല്ല അങ്ങ് ഒരു വാശി പിടിക്കില്ല, അങ്ങേലേക്ക് വരാം. ശ്രീ പി കെ നവാസ്, ഇവിടെ ഈ പറയുന്ന വഴിക്കടവ് പഞ്ചായത്ത് അതൊരു മര്യാദയാണെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. സജീഷ് അതല്ല, ശരി പോട്ടെ, അടുത്ത റൗണ്ടിൽ ഒന്ന് സഹകരിക്കും.